എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. 2026 ആദ്യ മാസത്തിൻ്റെ ഒടുവിലത്തെ സമയങ്ങളിലാണ് നമ്മൾ. ഈ മാസം ജനുവരി മാസം കർത്താവ് പറഞ്ഞിട്ടുള്ള ചില പ്രവചനങ്ങൾ നിവർത്തിയാകാനുള്ള ഒടുവിലത്തെ മണിക്കൂറുകളിലാണ്. വിശ്വസിക്കുക, കർത്താവിൻ്റെ സമയം തെറ്റുകയില്ല. അതിനുവേണ്ടി തന്നെ ജാഗ്രതയോടെ കാത്തിരിക്കുക. കർത്താവിനെ അന്വേഷിക്കുന്ന ആരും ലജ്ജിച്ചു പോകില്ല. കർത്താവിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തെ ആടിമുടി മാറ്റും. വിശ്വാസത്തോടുകൂടി കർത്താവിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഒരിക്കലും നാം ലജ്ജിച്ചു പോകില്ല. ഇന്ന് അപ്പോസ്തല പ്രവൃത്തി 24 അധ്യായത്തിലേക്ക് നമ്മൾ വരുന്നു. പൗലോസിനെ തടവറയിൽ സൂക്ഷിച്ചിരിക്കുന്നു. പൗലോസിനെ കൊല്ലുക, ഇതാണ് യഹൂദന്മാരുടെ പദ്ധതി. എന്നാൽ പൗലോസിനെ രക്ഷിക്കുക, വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുക, ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ലോകം മുഴുവനും വിചാരിച്ചാലും പൗലോസിനെ കൊല്ലാൻ കഴിയുമോ? ഇല്ല. നിങ്ങളെ എന്നെ കൊല്ലാൻ കഴിയുമോ? ഇല്ല. നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടുണ്ട്, ആലോചനയുണ്ട്, ഡെസ്റ്റിനിയുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട്. ഇത് പൂർത്തിയാകാതെ നമുക്ക് ഇവിടുന്നെങ്ങും പോകാനേ കഴിയില്ല. അതിനിടയിൽ കള്ളക്കഥകൾ പലതും പൗലോസിനെതിരെ ഉണ്ടാക്കി, വിജയിച്ചില്ല. അന്യായങ്ങൾ പറഞ്ഞ് യേശുവിനെ കൊന്നതുപോലെ അന്യായങ്ങൾ പറഞ്ഞ് സ്തെഫാനോസിനെ കൊന്നതുപോലെ ഇപ്പോൾ ഇത് അന്യായങ്ങളുടെ ഒരു ചുരുള് നിരത്തി പൗലോസിനെ കൊല്ലുക, നിയമത്തെ വളച്ചൊടിക്കുക, ഇതാണ് അന്നും ഇന്നും കാണുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണല്ലോ യേശുവിനെ ക്രൂശിച്ചത്. മഹാപുരോഹിതന്മാർക്ക് വേണമെങ്കിൽ നിയമങ്ങളെ തൻ്റെ കയ്യിലാക്കാൻ കഴിയും. പീലാത്തോസിന് പോലും നിയമപ്രകാരം യേശുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിയമപ്രകാരം യേശുവിനെ രക്ഷിക്കണം. പീലാത്തോസിൻ്റെ ഭാര്യ കണ്ട സ്വപ്നപ്രകാരം, പീലാത്തോസിന് അറിവ് കിട്ടിയതിന് പ്രകാരം യേശുവിനെ രക്ഷിക്കണം. എന്നാൽ നിയമം എപ്പോഴും ഒരു വലിയ കൂട്ടം ജനത്തിൻ്റെ കയ്യിലാണ്. പീലാത്തോസിന് പോലും യേശുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതാണ് സ്തെഫാനോസിൻ്റെ കാര്യം പിന്നെ പറയണ്ട. ഇപ്പോഴിതാ നിയമത്തിൽ കുരുക്കാൻ പൗലോസിനെ കുരുക്കാൻ കുരുക്കാൻ കഴിയുന്നില്ല. കാരണം ദൈവത്തിൻ്റെ പ്രോഗ്രാം പൗലോസിൻ്റെ കൂടെയാണ്. അവിടെ ആ സഹസ്രാധിപൻ ഒരു കത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട് നാടുവാഴിക്ക്. എന്താണ് അതിനകത്ത് 23 അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തി 23 29-30 എന്നാൽ അവരുടെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള തർക്കങ്ങളെക്കുറിച്ചുള്ള കുറ്റം ചുമത്തുന്നതല്ലാതെ മരണത്തിനോ ചങ്ങലക്കോ യോഗ്യമായതൊന്നും ഇല്ല എന്ന് കണ്ടു. അനന്തരം ഈ പുരുഷന്റെ നേരെ അവർ കൂട്ടുകെട്ടുണ്ടാക്കുന്നു എന്ന് തുമ്പ് കിട്ടിയപ്പോൾ ഞാൻ തൽക്ഷണം അവനെ നിന്റെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. അവന്റെ നേരെയുള്ള അന്യായം സന്നിധാനത്തിൽ ബോധിപ്പിപ്പാൻ വാദികളോട് കൽപ്പിച്ചുമിരിക്കുന്നു. ശുഭമായിരിക്കട്ടെ. സഹസ്രാധിപൻ പറയുന്നു ഇവന്റെ മേൽ കുറ്റമില്ല. എല്ലാ കാലത്തും ക്രിസ്തീയ സമൂഹത്തിന് എതിരെ പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു കഴമ്പുമില്ല. സുവിശേഷകന്മാരെ പിടിക്കുമ്പോൾ അവരെക്കുറിച്ച് പറയുന്ന കുറ്റം, അവർ മതം പരിവർത്തനം ചെയ്തു. മതം പരിവർത്തനം എന്നുള്ള ഒരു കാര്യം സുവിശേഷകന്മാർ, ക്രിസ്ത്യാനികൾ ചെയ്യുന്നില്ല. മനപരിവർത്തനമാണ്. മതം എന്ന വാക്കിന്റെ അർത്ഥം അഭിപ്രായമാണ്. അഭിപ്രായങ്ങളെ മാറ്റുകയല്ല, മനസ്സിനെ പുതുക്കുന്നതാണ്. യേശു പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. മനസ്സിന് മാറ്റം വരാതെ മതം മാറിയത് കൊണ്ട് എന്ത് ഗുണമുണ്ട്? ചൊറിയണമുണ്ടല്ലോ, ചൊറിയണം, തൊട്ടാ ചൊറിയും. അങ്ങനത്തെ ഒരു ചെടിയാ ചൊറിയണം. അത് പറമ്പ് മാറ്റി നട്ടത് കൊണ്ട് ചൊറിച്ചിൽ മാറത്തില്ല.
എറണാകുളത്തുള്ള ചൊറിയണം കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് നട്ടതുകൊണ്ട് അതിൻ്റെ ചൊറിച്ചിൽ മാറുമോ? ഇല്ല. അതിൽ മാറ്റങ്ങൾ വരണം. ഒരു മതത്തിൽ നിന്ന് അടുത്ത മതത്തിലേക്ക് വരുന്നതിൻ്റെ പേരാണ് മതം മാറ്റം. മതം മാറിയതുകൊണ്ട് എന്താ ഗുണം? മുമ്പുണ്ടായിരുന്ന മതത്തിൽ ഒരു പാപി ഇപ്പോൾ ചർച്ചിലോട്ട് വന്നു, അതേ പാപി തന്നെയാണ്. ഇന്നും ക്രിസ്തീയ സഭകളിൽ വീണ്ടും ജനിക്കാത്തവരുടെ എണ്ണം കൂടുതലാണ്. പുതിയ സൃഷ്ടികളുടെ എണ്ണം കുറവാണ്. വീണ്ടും ജനിക്കാത്തവരുടെ എണ്ണം വളരെ കൂടുതൽ. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ഈ വരുന്നവരൊന്നും അഭിഷേകം പ്രാപിക്കുന്നില്ല, കൃപാവരങ്ങൾ പ്രാപിക്കുന്നില്ല. കാരണം പുതിയ സൃഷ്ടിയല്ല, വീണ്ടും ജനിച്ചതല്ല. ഈ മതം മാറി വന്നാലുള്ള കുഴപ്പമതാ. മനം മാറി വരണം. നിങ്ങൾ എഴുതി വെക്കുന്നെങ്കിൽ അത് എഴുതി വെക്കണം. മതം മാറിയിട്ട് കാര്യമില്ല, മനം മാറണം. ചിലര് ഈ പ്രശ്നങ്ങൾ വരുന്നതിൻ്റെയൊക്കെ കാരണം ഓരോ മതത്തിലുള്ള പേര് ചർച്ചിലോട്ട് വന്നിട്ട് അവരുടെ പേര് ക്രിസ്തീയ പേരാക്കും. അതുകൊണ്ട് എന്താ ഗുണം? ഏത് മതത്തിലാണോ ആ മതത്തിലെ പേര് അതവിടെ കിടന്നോട്ടെ. നീ ചർച്ചിലോട്ട് വന്നിട്ട് ആ പേരിട്ടതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? മനം തിരിയുക. പുറമേയല്ല, ക്രിസ്തീയ ജീവിതം പുറമേയല്ല, അകമേയാണ്. മനസ്സിന് മാറ്റം വരുത്തുക, മനസ്സ് പുതുക്കുക, പുതിയ സൃഷ്ടിയാകുക. അപ്പോൾ ഇന്ന് കാണുന്ന ഈ സുവിശേഷ വിരോധത്തിൻ്റെ പുറകിൽ കാര്യങ്ങളൊന്നുമില്ല. മിഷണറിമാർ ചെയ്യുന്നത്, യേശുക്രിസ്തുവിൻ്റെ സഭ ചെയ്യുന്നത് മനപരിവർത്തനമാണ്. ഒരുത്തൻ കളുകൂടി മാറ്റാൻ അവൻ പോകാനിനി ഒരു സ്ഥലമില്ല, കാണിക്കാൻ ഇനി ഡോക്ടർമാരില്ല. ഒടുവിൽ അവൻ പ്രാർത്ഥനയിൽ വരും, അവനെ കർത്താവ് തൊടും, അവന് വചനത്താൽ രൂപാന്തരമുണ്ടാകും, അവൻ പുതിയ സൃഷ്ടിയാകും. അവൻ്റെ മദ്യപാനം മാത്രമല്ല, അവൻ്റെ എല്ലാ ചീത്ത സ്വഭാവത്തിൽ നിന്ന് അവൻ പുറത്തു വരും. അവൻ സ്വന്തം തീരുമാനശേഷിയുള്ളവനായി മാറും. അവൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം അവന് മനസ്സിലാകും. അങ്ങനെ വരുന്നവരെയാണ് പിശാച് ആക്രമിക്കുന്നത്. കാരണം പിശാചിന് മനപരിവർത്തനം ഇഷ്ടമല്ല, മതപരിവർത്തനം ഇഷ്ടവുമാണ്. മനം പുതുക്കുക. പഴയതിലോട്ട് പോകുന്നില്ല. ഇപ്പൊ കള്ളു കുടിക്കാൻ വരുന്നില്ല, പഴയതുപോലെ സിഗരറ്റ് വലിക്കുന്നില്ല, ചീത്ത വിളിക്കുന്നില്ല. ജീവിതം അടിമുടി മാറി. ചില വീടുകളിൽ കള്ളുകൂടി മാറ്റാൻ വേണ്ടി മാത്രം ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് മാറ്റം ഉണ്ടാകും? കൂടി വന്നാൽ അവിടുത്തെ മരുന്നും കൗൺസിലിങ്ങും കൊണ്ട് ഒരു 3 മാസത്തേക്ക് പിടിച്ചു നിൽക്കാം. എന്നാൽ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നെ പഴയതല്ലെന്ന് പുതിയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകർന്നു വെക്കും. പഴയ തുരുത്തിയിൽ പഴയതൊക്കെ ഉള്ളൂ. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകർന്നു വെച്ചാലോ തുരുത്തി പൊളിഞ്ഞു പോകുമെന്ന്, എല്ലാം ഒഴുകിപ്പോകുമെന്ന്. അതുകൊണ്ടാണ് വേണ്ട രീതിയിൽ മാനസാന്തരപ്പെടാതെ പഴഞ്ചൻ ജീവിതം നയിക്കുന്നവർ അഭിഷേകം പ്രാപിക്കും, കൃപാവരങ്ങളും ഉപസിച്ച് പ്രാർത്ഥിച്ച് പ്രാപിക്കും. പ്രവചനം കിട്ടി, വെളിപ്പാട് കിട്ടി, രോഗികളെ സൗഖ്യമാക്കുന്നു, എല്ലാവരും വിളിച്ചുകൊണ്ടുപോകും, എല്ലായിടത്തും വിളിച്ചുകൊണ്ടുപോകും. നിൽക്കാൻ നേരമില്ല. അഹങ്കാരത്തിന്റെ മുകളിൽ അഹങ്കാരവും കൂടി വരും. ആളങ്ങട് ഫേമസ് ആയി, സൗകര്യങ്ങൾ കൂടി, ആ വ്യക്തി ഏതെങ്കിലും ഒരു ചതിയിൽ പോയി ചാടും. ഏതെങ്കിലും സാമ്പത്തിക ചതിയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ ബന്ധത്തിൽ. കാരണം ഇതുപോലെ ശോഭിക്കുന്ന ഒരു വ്യക്തിയെ ശിംശോനെ പോലെ മറിക്കാൻ പിശാച് അടുത്ത വ്യക്തികളെ ദലീലമാരെ ഒരുക്കും. അവസരങ്ങൾ ധാരാളമല്ലേ, ഏത് സ്ഥലത്തും പോയി വീഴാം.
ഫേമസ് അല്ലേ ആള്, ആവശ്യത്തിന് പണമുണ്ട്, ദലീലമാരുടെ എണ്ണം കൂടുതലായിരിക്കും. എന്നാൽ മാനസാന്തരപ്പെട്ട ദൈവഭയമുള്ള ദൈവഭക്തിയുള്ള ജോസഫുമാർക്ക് ഇതിനകത്ത് പോയി ചാടാൻ കഴിയില്ല. അവൻ ആ പാപത്തെ വിട്ടോടും, പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കും. മാനസാന്തരപ്പെട്ട പൗലോസിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാനസാന്തരപ്പെട്ടവർക്കെതിരെ പിശാച് എല്ലാ തരത്തിലുള്ള പടവാളും എടുക്കും, കൊന്നുകളയുമെന്ന് തീരുമാനിക്കും. എന്നാൽ ദൈവത്തിൻ്റെ കൃപ കൂടെ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അവൻ പുറത്തു വരും. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, അവ എല്ലാറ്റിൽ നിന്നും ദൈവം അവനെ വിടുവിക്കും. എല്ലാ കടക്കണിയിൽ നിന്നും പുറത്തു വരും, എല്ലാ ചതിക്കുഴിയിൽ നിന്നും പുറത്തു വരും, എല്ലാ കേസുകളിൽ നിന്നും പുറത്തു വരും. ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ പ്രശ്നത്തിൽ നിന്നും നിങ്ങൾ 100% ജയം പ്രാപിച്ച് പുറത്തു വരും. നിങ്ങൾ മാനസാന്തരപ്പെട്ട വ്യക്തിയാണോ? മനസ്സ് റോമർ 12 പറയുന്ന പോലെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, ദൈവം ചെയ്യേണ്ടതല്ല. ദൈവം ചെയ്യുന്നത് അത്ഭുതങ്ങളാണ്. നമ്മൾ ചെയ്യേണ്ടത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഈ വർഷം ഇനി നമുക്ക് 11 മാസമുണ്ട്. വേഗത്തിൽ മുന്നോട്ട് പോകും. ഒരു ചലഞ്ച് ഏറ്റെടുക്കണം. ഞാൻ വേദപുസ്തകം വായിക്കും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ യേശുവിന് വേണ്ടി നിൽക്കും, ഞാൻ കൂട്ടായ്മകൾ മുടക്കുകയില്ല, ഒരാരാധന മുടക്കില്ല. അവസരം കിട്ടിയാൽ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ വന്നിരിക്കും. ഈ വർഷം നിങ്ങളെ ഒന്ന് മാറ്റാമോ? നിങ്ങളെ തന്നെ ഒന്ന് പുതുക്കാമോ? അത് മാത്രം മതി. ബാക്കി കാര്യങ്ങൾ കർത്താവ് ചെയ്യും. കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടാൻ കഴിയുമെങ്കിൽ വരുന്ന എല്ലാ എതിർപ്പുകളും എല്ലാ തടവറകളും എല്ലാം കർത്താവ് മാറ്റിക്കളയും. ആർക്കും നിങ്ങളെ തൊടാൻ കഴിയില്ല. നിങ്ങൾ അനീതിയായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നിട്ടും വിഷയമാണോ? പേടിക്കേണ്ട. സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവൻ എന്ന് പറയുന്ന പോലെ സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കുക. കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രാർത്ഥിക്കാം. യേശുവേ, ദാവീദിന് വേണ്ടി അങ്ങ് യുദ്ധം ചെയ്തെങ്കിൽ, മോശയ്ക്ക് വേണ്ടി അങ്ങ് ഇറങ്ങി പ്രവർത്തിച്ചെങ്കിൽ, അബ്രഹാമിനെ പല യുദ്ധങ്ങളിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നെങ്കിൽ, ഞങ്ങളുടെ പിതാക്കന്മാരെ അത്ഭുതകരമായി നീതിമാന്മാരായ രാജാക്കന്മാരെ ജയത്തോടെ അനർത്ഥങ്ങളിൽ കാത്തുവെങ്കിൽ, ഇതാ ഞങ്ങൾ കർത്താവായ യേശുവിൽ പുതിയ സൃഷ്ടികളായി അങ്ങിൽ ആശ്രയിക്കും. ഇന്ന് കടന്നു പോകുന്ന എല്ലാ അനർത്ഥങ്ങളെയും അതിജീവിക്കുന്ന കഴുകന്റെ ചിറകുകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഫെബ്രുവരി മാസം ഒരു അത്ഭുത മാസമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു, മനം തിരിഞ്ഞവൻ അത്ഭുതങ്ങൾ കാണും. മതം മാറിയവനല്ല, മനം തിരിഞ്ഞവൻ. ആമേൻ. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. பார்க்கின்றேன்.
ഉത്തമ